ഗവർണർക്കുമില്ലേ ശൗര്യം? മുഖ്യ പോയി കാറിലിടി. നോക്കാം വിശദമായി. ശൗര്യം കുറയ്ക്കാൻ താൻ ആരുവേ? എന്നെ വിട്ടത് കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ ഞാൻ ശൗര്യം കാണിക്കും. കേന്ദ്ര പദ്ധതിക്ക് ബദലൊരുക്കിയിട്ട് ഇവിടെ നൽകുന്നത് ഞങ്ങളാണെന്ന് വരുത്തി കരിങ്കൊടി കൊടുത്ത് സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തകരെ വിരട്ടിവിട്ടാൽ കാറിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യും. കടുത്ത സാമ്പത്തിക ഞെരുക്കവും കടക്കണിയും പറഞ്ഞ് കുട്ടികളെ ഇറക്കിയാൽ വിരളാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. ഡൽഹിയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് യോഗം കൂടി സമവായം എന്ന പേരിൽ നാടകം കളിക്കുന്നത് കേരളത്തിലെ പൊതുജനം അറിയട്ടെ മുഖ്യ. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിച്ച ശേഷം കാർ മാർഗം മട്ടന്നൂരിലെത്തിയതായിരുന്നു ഗവർണർ. അവിടെയായിരുന്നു 40ഓളം പേർ വരുന്ന SFI പ്രവർത്തകരുടെ കരിങ്കൊടി വിളയാട്ടം. മുഖ്യമന്ത്രിയാണ് ഇവരെ കരിങ്കൊടിയുമായി പറഞ്ഞയച്ചതെന്ന് ഉറക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തകരെ പരസ്യമായി വെല്ലുവിളിക്കുന്നതും കേൾക്കാമായിരുന്നു. തന്റെ വിശ്വരൂപം ഇതാണെന്നും പുതിയ കടാശ്വാസ പദ്ധതികൾ വരട്ടെ നോക്കാമെന്നും പറഞ്ഞ് മുന്നോട്ടു പോയ ഗവർണറെ കേരളം കുട്ടികളെ പേന പിടിക്കേണ്ട സമയത്ത് സമരനാടകത്തിന് വിട്ടിരിക്കുന്നുവെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. വിലക്കയറ്റം സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് മുഖ്യൻ പറയണം. അല്ലെങ്കിൽ ക്രിയാത്മകമായ ഭരണം നടപ്പിൽ വരുത്തണമെന്നും കേന്ദ്രം ഒന്നും നൽകുന്നില്ലെന്ന് പതിവ് കള്ളവും തെറ്റിദ്ധരിപ്പിക്കലും അവസാനിപ്പിക്കണമെന്ന് ഗവർണറുടെ ആവശ്യം. എന്നാൽ ഇടതിന്റെ നാടകാചാര്യനെ മൗനം അവലംബിക്കാനായി നോക്കിക്കാണാനാകില്ലെന്നും ഗവർണറുടെ മുന്നറിയിപ്പും ഇതിലുണ്ട്.